പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്തായിരുന്നു? ഫോർ എ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ആൻ ഇന്റർവൽ ആൽഫ ബീറ്റ അല്ലേ? വേർ ആൽഫ ലെസ് ദാൻ ബീറ്റ ഫൈൻഡ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. അതല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? ആണോ? ഓക്കെ. അപ്പൊ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി നമ്മൾ എങ്ങനെ എഴുതുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/b മൈനസ് എ അല്ലേ? വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ എയും ബിക്കും പകരം ആൽഫയും ബീറ്റയാണ്. നമ്മുടെ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/β മൈനസ് ആൽഫ വേർ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആൻഡ് 0 എൽസ്വെയർ. ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി ഫംഗ്ഷൻ. പിന്നെ നമ്മൾ ടേക്ക് എ റാൻഡം സാമ്പിൾ x1 x2 etc xn ഫ്രം ദിസ് population, then the likelihood function L is equal to, it is the joint probability function of the sample. അതിന് നമുക്ക് f of x1 etc f of xn എന്ന് എഴുതാം. f of x1 etc xn ചെയ്യുമ്പോൾ 1/β മൈനസ് ആൽഫ ഇൻറ്റു 1/β മൈനസ് ആൽഫ ഇൻറ്റു etc 1/β മൈനസ് ആൽഫ എന്ന് വരും. അതായത് 1/β മൈനസ് ആൽഫ ഹോൾ റേസ് ടു n അല്ലേ? ഇതാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വരിക. ഇവിടെ നമ്മൾ ലോഗലിൽ എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താലും നമ്മൾ തൊട്ട് മുന്നേ ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് ചെയ്ത പോലെ തന്നെ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആൽഫയുടെ ബീറ്റയുടെ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ഇതിന്റെ ലോഗലിൽ എടുക്കണോ? ലോഗലിൽ എടുത്താൽ നമുക്ക് എന്ത് വരും? ലോഗൽ ഇസ് ഈക്വൽ ടു n log 1/β മൈനസ് ആൽഫ എന്ന് വരും. ദാറ്റ് ഈസ് n log 1 minus log beta minus alpha. log 1 is 0, so minus n log beta minus alpha എന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡോ ലോഗൽ ബൈ ആദ്യം ഡോ ആൽഫയോ ഡോ ബീറ്റയോ ഏതെങ്കിലും ചെയ്യുന്നു വിചാരിക്കുക. ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ നമുക്ക് മൈനസ് n ബൈ ബീറ്റ മൈനസ് ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഡോ ലോഗൽ ബൈ ഡോ ആൽഫ ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തിട്ട് ആൽഫയുടെയും ബീറ്റയുടെയും എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കണമല്ലോ. സോ മൈനസ് n ബൈ ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു -1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ആൽഫയുടെ ബീറ്റയുടെ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ മെത്തേഡ് നമുക്ക് അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അത് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/β മൈനസ് ആൽഫ ഹോൾ റേസ് ടു n. ഇതാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഇതിനെ മാക്സിമൈസ് ചെയ്യുന്ന ബീറ്റയുടെയും ആൽഫയുടെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ L എന്ന് പറയുന്നത് L is equal to 1/β മൈനസ് ആൽഫ ഹോൾ റേസ് ടു n. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമം ആവുന്നത് എപ്പോഴായിരിക്കും? ബീറ്റ മൈനസ് ആൽഫ ഹോൾ റേസ് ടു n മിനിമം ആവുമ്പോഴായിരിക്കും അല്ലെ? L is maximum if beta minus alpha is alpha whole raised to n is minimum. That is L is maximum if beta minus alpha is minimum. Beta minus alpha minimum ആവുന്ന ബീറ്റയുടെയും ആൽഫയുടെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഒബ്സർവേഷൻസിനെ ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തു. x1 x2 etc xn denote the ordered arrangement of x1 x2 etc xn. അതായത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഏറ്റവും ചെറിയ ഒബ്സർവേഷൻ ആദ്യം, പിന്നത്തെ ചെറിയ ഒബ്സർവേഷൻ രണ്ടാമത്, അങ്ങനെ ഏറ്റവും വലിയ ഒബ്സർവേഷൻ വരെ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പൊ നമ്മുടെ ആൽഫയുടെ റേഞ്ച് എന്ന് പറയുന്നത് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ അല്ലേ? ഇതാണ് നമ്മുടെ റേഞ്ച്. ബീറ്റ മൈനസ് ആൽഫ മിനിമം ആവുക എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് ആൽഫ മിനിമം ആവണമെങ്കിൽ ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം? എന്താ വരിക? ബീറ്റ മൈനസ് ആൽഫ മിനിമം ആവാൻ ബീറ്റയുടെ വാല്യൂ എന്താവണം? ഇവിടെ ആൽഫയും ബീറ്റയും x1 x2 etc xn റാൻഡം x1 x2 etc xnന്റെ ഉള്ളിലാണ് ലൈ ചെയ്യുന്നത്. അത് മാത്രമല്ല ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആണ്, ബീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ് കോൺസ്റ്റൻസ്. അപ്പൊ ഇവിടെ ബീറ്റ മൈനസ് ആൽഫ മിനിമം ആണെങ്കിൽ ബീറ്റ ഏത് വാല്യൂ എടുക്കണം? ആൽഫ ഏത് വാല്യൂ എടുക്കണം? പറയൂ, ചെയ്തു നോക്കിയില്ലേ നിങ്ങള്? എന്താണ് ആരും
സാന്ത്വന ചെയ്തില്ലേ ഈ പ്രോബ്ലം? ബാക്കിയോ? ബാക്കി എന്താ ചെയ്തില്ലേ? നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതല്ലേ? അപ്പോ ബീറ്റ മൈനസ് ആൽഫ മിനിമം ആവണമെങ്കിൽ ബീറ്റയുടെ വാല്യൂ എന്താവണം? ആൽഫയുടെ വാല്യൂ എന്താവണം? ബീറ്റ സ്മോള്. ആരും ചെയ്തില്ലേ? ആർക്കും കിട്ടിയില്ലേ? ഷാരോൺ ഷാരോണിന്റെ നെറ്റ് പോയി. ഐശ്വര്യ മിസ്സേ ബീറ്റ x1ഉം ആൽഫ xn ആണോ? അല്ല, അത് ബീറ്റ ക്യാപ്പ്. ബീറ്റ ഒരു സെക്കൻഡ് പറയൂ. എനിക്ക് കിട്ടിയത് ബീറ്റ ക്യാപ്പ് x1ഉം ആൽഫ ക്യാപ്പ് xn ആണ്. അങ്ങനെയാണോ? ആൽഫ ക്യാപ്പ് xnഉം അങ്ങനെയാണോ വരിക? അല്ല, അത് ഡൗട്ട് ഉണ്ട്, അതാ ചോദിച്ചത്. നോക്കൂ, ബീറ്റ മൈനസ് ആൽഫ നമുക്ക് മിനിമം ആവണം. അൺമ്യൂട്ട് ചെയ്യൊന്ന് ഐശ്വര്യ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കുന്നു, അതാണ്. ഓക്കെ, ബീറ്റ മൈനസ് ആൽഫ മിനിമം ആവണം. ബീറ്റ മൈനസ് ആൽഫയുടെ വാല്യൂ മിനിമം ആവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ബീറ്റ മൈനസ് ആൽഫ പോസിറ്റീവ് ആവണം വെച്ചാൽ ആൽഫ ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ ബീറ്റ ആണ്. സോ ബീറ്റ മൈനസ് ആൽഫ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലെ? അതൊക്കെ നമ്മുടെ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കോൺസ്റ്റൻസിന്റെ റെസ്ട്രിക്ഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എ ലെസ് ദാൻ ബി ആണ്. അതായത് ബി മൈനസ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവും. അപ്പൊ ഇവിടെ ബീറ്റ മൈനസ് ആൽഫ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആവണം. സോ ബീറ്റ മൈനസ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഒബ്സർവേഷനും ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഒബ്സർവേഷനും ആയിരിക്കും. സോ ഈ വാല്യൂയിലായിരിക്കും ബീറ്റ മൈനസ് ആൽഫയ്ക്ക് മിനിമം കിട്ടുക. ബീറ്റ മൈനസ് ആൽഫ മിനിമം ആവുന്ന വാല്യൂയിലായിരിക്കും എൽ മാക്സിമം ആവുക. ഇപ്പൊ നമ്മൾ ബീറ്റ ക്യാപ്പ് x1 എന്നും ആൽഫ ക്യാപ്പ് xn എന്നും എടുത്താൽ ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ 0 ആയി പോകും. ബീറ്റ മൈനസ് ആൽഫ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് നമ്മുടെ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടിയാണ്, കോൺസ്റ്റൻസിന്റെ, അതായത് ആൽഫയുടെയും ബീറ്റയുടെയും ഒരു പ്രോപ്പർട്ടിയാണ് ബീറ്റ മൈനസ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത്. സോ ബീറ്റ മൈനസ് ആൽഫ മിനിമം ആകുന്ന വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ ക്യാപിക്കൽ ടു എക്സിനും ആൽഫ ക്യാപിക്കൽ ടു x1 ആണ്. മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ ആൽഫ ക്യാപ്പ് എക്സനും ബീറ്റ ക്യാപ്പ് x1 എടുത്തു കഴിഞ്ഞാൽ ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ 0 ആവും. ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ 0 ആവാൻ പാടില്ല, കാരണം ആൽഫ ലെസ് ദാൻ ബീറ്റ ആണ്. സോ ബീറ്റ മൈനസ് ആൽഫ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ അത് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന, അതിന്റെ കൂടെ തന്നെ ബീറ്റ മൈനസ് ആൽഫ മിനിമം ആവുന്ന ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ ക്യാപിക്കൽ ടു എക്സനും ആൽഫ ക്യാപിക്കൽ ടു x1 ആണ്. മനസ്സിലായോ? ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ഈ ആൽഫ ബീറ്റ എന്നുള്ളത് ചിലപ്പോ എ ബി ആവാം, അല്ലെങ്കിൽ MN ആവാം, ഏത് വാല്യൂസ് വേണമെങ്കിലും ആവാം. പക്ഷെ ചെയ്യേണ്ട മെത്തേഡ് എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പൊ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക, എല്ലായ്പ്പോഴും നമുക്ക് ലോഗൽ എഴുതി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടാത്ത സിറ്റുവേഷനിൽ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്ന പാരാമീറ്ററുകളുടെ വാല്യൂ കണ്ടുപിടിക്കുക. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമം ആവാൻ ഏത് വാല്യൂ എടുത്താലാണ്, പാരാമീറ്റേഴ്സ് ഏത് വാല്യൂ അസ്യൂം ചെയ്താലാണ് എല്ലാം മാക്സിമം ആവുക, ആ വാല്യൂയിലായിരിക്കും അതിന്റെ എസ്റ്റിമേറ്റ് MLE എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം.
കഴിഞ്ഞോ? മിസ് കഴിഞ്ഞു. മിസ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനിൽ ഒരു 2 മെത്തേഡ് കൂടി ഉണ്ട്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസും മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസും. അതിന്റെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല, അതെന്താ മെത്തേഡ് എന്ന് മാത്രം പഠിക്കണ്ടുള്ളൂ. അപ്പൊ അതൊരു ഷോർട്ട് നോട്ടായിട്ട് 4 മാർക്കിനോ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അത് നോട്ടായിട്ട് ഞാൻ എഴുതി തരാം, എന്നിട്ട് നമുക്ക് ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ക്ലാസ്സിലൊന്നും പറയാനുണ്ടാവില്ല, ഒരു 10-20 മിനിറ്റിന്റെ സമയം വേണ്ടു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, അടുത്ത സെക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 2-3 പേജ് വിടുക, എന്നിട്ട് എഴുതുക. അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ നിന്ന് പറയുന്നത് ഈ പോയിന്റ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് എസ്റ്റിമേഷൻ അല്ല, അടുത്തത് വേറൊരു പുതിയ സെക്ഷനാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ മോഡ്യൂളിന്റെ ബാക്കി അല്ലെങ്കിൽ ഈ സെക്ഷന്റെ ബാക്കി കൂടി എഴുതിയാൽ ആകെ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ നിർത്തിയവിടെ നിന്ന് ഒരു 3 പേജ് വിട്ടിട്ട് അടുത്ത സെക്ഷൻ തുടങ്ങുക. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ചെയ്യാ, കാരണം നമുക്കിനി പഠിക്കാനുള്ള 2 മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനും കൂടി ഉണ്ട്. അത് ജസ്റ്റ് നോട്ട് എഴുതേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ക്രാമർ ആകും, ഇൻഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഇനി എടുക്കാൻ പോകുന്നത് പുതിയൊരു സെക്ഷനാണ്. അപ്പൊ ഒരു 2-3 പേജ് വിട്ടതിന് ശേഷം ഇനി അതായത് നമുക്ക് ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ള കുറച്ച് പോർഷൻസ് എഴുതാൻ വേണ്ടി ഒരു 2-3 പേജ് വിട്ടതിന് ശേഷം പുതിയ സെക്ഷൻ തുടങ്ങുക. ഓക്കെ, പുതിയത് എഴുതിക്കോളൂ. ഇന്റർവെൽ എസ്റ്റിമേഷൻ. നിങ്ങളുടെ സെക്കൻഡ് സെമ്മിന്റെ പരീക്ഷയുടെ ഡേറ്റ് വന്നില്ലേ? വന്നില്ലേ? സെക്കൻഡ് എന്നാ തുടങ്ങണേ? 8-ാം തീയതി തൊട്ടിട്ടാ തുടങ്ങണത്. പക്ഷെ അതില് സ്റ്റാറ്റിന്റെയും ഫിസിക്സിന്റെയും ഡേറ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടും ഒരു ദിവസം തോന്നുന്നു അല്ലേ? പക്ഷെ പിന്നെ വിജയ മിസ്സിനോട് ചോദിച്ചിട്ടൊരു ടൈം ടേബിൾ അയച്ചു തരാൻ പറഞ്ഞിട്ട് മിസ് അയച്ചെന്ന ടൈം ടേബിളില് സ്റ്റാറ്റും ഫിസിക്സും കാണാല്ലേ. ഒഴിവാക്കിണ്ടാവോ പരീക്ഷകൾക്ക്? അത് യൂണിവേഴ്സിറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുള്ള പുതിയൊരു കാര്യം അടുത്ത് തന്നെ. അപ്പൊ സെക്കൻഡ് സെം പഠിക്കുക, എന്താണെന്ന് പോലും ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ സെക്കൻഡ് സെമ്മിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലാസ്സിൽ, അതായത് റെഗുലർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ കുറച്ച് ഭാഗം മാത്രമേ ഓൺലൈനിൽ എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് പഠിക്കുക, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും പഠിക്കുക കേട്ടോ. നിങ്ങളത് എളുപ്പമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ പേപ്പർ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ തന്നെ വീണ്ടും പഠിച്ചെഴുതണം. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ നോക്കുക. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവര് നല്ല മാർക്ക് വാങ്ങുക, അല്ല പാസ്സായാൽ മതി എന്നുള്ളവര് അറ്റ്ലീസ്റ്റ് പാസ്സാവുമെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഇത് പഠിച്ചെടുക്കാതെ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും എന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. എപ്പോഴാണ് ആരൊക്കെ എന്നോട് കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചിരുന്നു. അത് നമുക്ക് എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യാ, ഡൗട്ടുകൾ ഉള്ളവര് ആ മൊഡ്യൂൾ, അതായത് സെക്കൻഡ് സെമ്മിലെ ഫുള്ള് പോർഷൻസും നോക്കുക. എന്നിട്ട് അതിൽ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പറയാം. നമ്മൾ ഓരോ മൊഡ്യൂൾ പോവാതെ എല്ലാ ഡൗട്ടുകളും നമ്മൾ നോക്കിയിട്ട് എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് സെമ്മിന്റെ പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, കിട്ടാത്തതായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചോദിച്ചാൽ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്, ഇന്റർവെൽ എസ്റ്റിമേഷൻ. ഇന്റർവെൽ എസ്റ്റിമേഷൻ പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ച മെത്തേഡ് ഓഫ് മൊമെന്റ്സ്, മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് ഒക്കെ വെച്ച് നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റിന് നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാം. കാരണം അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ ഒരു
പെർട്ടിക്കുലർ പോയിന്റ് ആയിട്ടാണ് കിട്ടുന്നത്. മ്യൂ ക്യാപ് ഈക്വൽ ടു എക്സ് ബാർ, തീറ്റ ക്യാപ് ഈക്വൽ ടു എക്സ് ബാർ, അല്ലെങ്കിൽ സിഗ്മ ക്യാപ് സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ. അങ്ങനെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് എസ്റ്റിമേറ്റ് ആയിരുന്നു നമുക്ക് മെത്തേഡ് ഓഫ് മൊമെന്റ്സും മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് വഴിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷൻ എന്നാണ് പറയുക. കാരണം അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയും. പക്ഷെ ഈ പോയിന്റ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാല് നമുക്ക് പലപ്പോഴും നമ്മുടെ എക്സാക്ട് വാല്യൂ, ഇപ്പൊ സപ്പോസ് നമ്മുടെ തീറ്റയുടെ വാല്യൂ ശരിക്കും പോപ്പുലേഷനിൽ 15ഉം നമ്മൾ ചിലപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 13.5ഓ ഇല്ലെങ്കിൽ ചിലപ്പോൾ 17.8ഓ ഇങ്ങനെയൊക്കെ കിട്ടാം. അതായത് എക്സാക്ട് ആയിട്ടുള്ള തീറ്റയുടെ വാല്യൂ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതിൽ സം എറേഴ്സ് ഉണ്ടാവാം. കൃത്യമായിട്ട് 15 തന്നെ വരണമെന്നില്ല. അതാണ് പോയിന്റ് എസ്റ്റിമേറ്റിന്റെ ഒരു വലിയ ഡ്രോബാക്ക്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഇന്റർവെൽ എസ്റ്റിമേഷനിൽ നമുക്ക് ഒരു അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളിൽ ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാ. ഫോർ എക്സാമ്പിൾ, തീറ്റയുടെ വാല്യൂ ശരിക്കും 15 ആണെങ്കിൽ നമ്മൾ ഇന്റർവെൽ എസ്റ്റിമേറ്റിൽ നമ്മൾ പറയാ തീറ്റയുടെ വാല്യൂ എക്സ്പെക്ടഡ് ടു ലൈ ബിറ്റ്വീൻ 13 ആൻഡ് 18. 13ന്റെയും 18ന്റെയും ഇടയിലാണ് തീറ്റയുടെ വാല്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 15 അതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വാല്യൂ അല്ലാതെ ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളിൽ ഒരു അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എസ്റ്റിമേറ്റ് ഒരു അൺനോൺ പാരാമീറ്ററിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എസ്റ്റിമേഷന് പറയുന്ന മെത്തേഡാണ്, പേരാണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ. ഓക്കെ, ക്ലിയർ ആയ എന്താണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്ന്? ക്ലിയർ ആയി. So far we have deal only with point estimation. In point estimation we get a single number. In point estimation we get a single number as the estimate of the unknown parameter. The estimators thus obtained do not in general coincide with the true value of the parameters. True value of the parameters. We are therefore interested in finding an interval called confidence interval. Within which
within which the population parameter may be expected to lie with a certain degree of confidence, say alpha. In other words, given a random sample of n independent values, x1, x2, etc. xn of a random variable x having probability function f of x theta theta being the parameter, we wish to find T1 and T2, the functions of x1, x2, etc. xn, T1 and T2, the functions of x1, x2, etc. xn, such that probably that T1 less than theta less than T2 equal to 1 minus alpha. Probability that T1 less than theta less than T2 equal to 1 minus alpha. എഴുതിയോ? ശരി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരം അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളിൽ ലൈ ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഇന്റർവെല്ല് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ ആണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ. ആ ഇന്റർവെല്ലിന്റെ ലോവർ ലിമിറ്റിന് T1 എന്നും അപ്പർ ലിമിറ്റിന് T2 എന്നും ഡിനോട്ട് ചെയ്തു. ഈ T1ഉം T2ഉം ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കുകളായിരിക്കും. T1ഉം T2ഉം ഫംഗ്ഷൻസ് ഓഫ് x1, x2, etc. xn ആയിരിക്കും. മനസ്സിലായോ? T1ഉം T2ഉം x1, x2, etc. xnകളുടെ ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള T1ഉം T2ഉം കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് T1ന്റെയും T2ന്റെയും ഇടയിൽ തീറ്റ ലൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ ആയിരിക്കും. ഈ ആൽഫേനെ നമ്മൾ പറയാ certain degree of confidence. ആൽഫ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നമ്മൾ പറയണ ആൽഫ ഈക്വൽ ടു 0.05 എന്നെടുത്താൽ 1 മൈനസ് ആൽഫ ഈക്വൽ ടു നമുക്ക് 0.95 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം നമ്മള്
ഒരു 100 ഇന്റർവെൽസ് കൺസിഡർ ചെയ്താൽ, നമ്മൾ ഡിഫറെന്റ് സാമ്പിൾസ് എടുത്തിട്ട് ഒരു 100 ഇന്റർവെൽസ് കൺസിഡർ ചെയ്താൽ കൺസ്ട്രക്ട് ചെയ്താൽ ആ 100 ഇന്റർവെൽസിൽ 95 എണ്ണത്തിലും തീറ്റയുടെ വാല്യൂ T1-ന്റെയും T2-ന്റെയും ഇടയിൽ ലൈ ചെയ്യും. ഒരു 5 എണ്ണത്തിൽ ചിലപ്പോൾ ലൈ ചെയ്യാതിരിക്കാം. അതാണ് certain degree of confidence. അതായത് I am 95% കോൺഫിഡൻസ് എന്ന് പറയില്ലേ നമ്മൾ, 95% എനിക്ക് ഉറപ്പാണ് തീറ്റയുടെ വാല്യൂ T1-ന്റെയും T2-ന്റെയും ഇടയിൽ. ഇനി 99% എടുക്കാം, 98% എടുക്കാം. അപ്പൊ അങ്ങനെയാണ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആൽഫ നമുക്ക് 5%, 2%, 1% എത്ര വേണമെങ്കിലും എടുക്കാം. ആ ആൽഫ അതായത് certain കോൺഫിഡൻസ് ആൽഫ എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന എത്രയേ ഉള്ളൂ, നമ്മളൊരു സാമ്പിളിൽ നിന്നൊരു റാൻഡം സാമ്പിൾ അല്ലേ, അപ്പൊ ഓരോ പ്രാവശ്യം എടുക്കുന്ന റാൻഡം സാമ്പിളും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു 100 നമ്മള് സാമ്പിൾസ് എടുത്തിട്ട് ഇന്റർവെൽസ് കൺസ്ട്രക്ട് ചെയ്താൽ ആ 100 എണ്ണത്തിൽ 95 എണ്ണത്തിലും തീറ്റയുടെ വാല്യൂ T1-ന്റെയും T2-ന്റെയും ഇടയിൽ ലൈ ചെയ്യുന്ന നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതാണ് ഇതിന്റെ മീനിങ്. അതായത് I am 1 - alpha% കോൺഫിഡൻസ് about in the confident that the value of theta will lie between T1 and T2. അതായത് 1 - alpha എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 0.95 ആണെങ്കിൽ നമ്മൾ 95% കോൺഫിഡന്റ് ആണ് തീറ്റയുടെ വാല്യൂ T1-ന്റെയും T2-ന്റെയും ഇടയിൽ ലൈ ചെയ്യുന്നു എന്നുള്ളത്. 5% നമ്മൾ അവിടെ ഒരു റിലാക്സേഷൻ കൊടുക്കുന്നു. അതായത് 5 എണ്ണത്തിൽ ചിലപ്പോൾ ഇല്ലാതിരിക്കാം, എന്നാലും ഒരു 95 എണ്ണത്തിലും തീറ്റയുടെ വാല്യൂ T1-ന്റെയും T2-ന്റെയും ഇടയിൽ ലൈ ചെയ്യുന്നു നമ്മൾ പറയും. അങ്ങനെയാണ് ഇന്റർവെൽ എസ്റ്റിമേഷനിൽ നമ്മൾ എസ്റ്റിമേറ്റ്സുകൾ പറയുക. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആയി. The interval T1 T2, the interval T1, T2 is a random interval. The interval T1, T2 is a random interval. Hence, in general, it will be different in different samples. Hence, in general, it will be different in different samples. Some of these intervals will contain the true value of the parameter theta, comma, some of them will not. However, in a long series of independent samples, this interval contains some of this interval some of these intervals will contain the true value of the parameter theta. Some of these intervals will contain the true value of the parameter theta, comma, some of them will not. However, in a long series of independent samples, the frequency of cases
the frequency of cases in which the frequency of cases in which this interval contains the true value of theta will be approximately equal to 1 minus alpha percentage. Will be approximately equal to 1 minus alpha percentage. That is we are 100 into 1 minus alpha percentage confident. That is we are 100 into 1 minus alpha percentage confident that our single interval contains the true parameter value. Our single interval contains the true parameter value. എഴുതിയോ? The interval t1, t2 is called confidence interval. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് കോൺഫിഡൻസ് ഇന്റർവൽ എന്ന്. The interval t1, t2 is called confidence interval and ഇതിനെ നമ്മൾ കോൺഫിഡൻസ് ഇന്റർവൽ എന്ന് പറയാം. കോൺഫിഡൻസ് ഇന്റർവൽ and 1 minus alpha is called the confidence coefficient. Of the interval t1, t2. Of the interval t1, t2. എഴുതിയോ? The limits t1 and t2 are called confidence limits. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ. Confidence limits. ഇനി താഴെ for example, if we take alpha equal to 0.05, for example, if we take alpha equal to 0.05, then the 95% confidence interval, 95% confidence interval means that 95% confidence interval means that
100 intervals are constructed, if 100 intervals are constructed, if 100 intervals are constructed based on 100 different samples of same size, based on 100 different samples of same size, based on 100 different samples of same size from the population, comma, of them will include the true value of the parameter, will include the true value of the parameter. എഴുതിയോ? ഓക്കെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് തൊട്ട് മുന്നേ പഠിച്ച പോയിന്റ് എസ്റ്റിമേഷനിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മുടെ തീറ്റയുടെ വാല്യൂ ലൈ ചെയ്യുന്ന ഒരു ഇന്റർവെൽ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമ്മളൊരു സെർട്ടൺ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് എന്നുള്ള രീതിയിലാണ് പറയുക. അതായത് 95% അല്ലെങ്കിൽ 99% അല്ലെങ്കിൽ അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് 1 - α%. ആൽഫയുടെ വാല്യൂ 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആൽഫയുടെ വാല്യൂ എപ്പോഴും 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കും. ആൽഫ ഇപ്പൊ 0.5 ആണ്, 0.05 എടുത്താല് നമുക്ക് എന്ത് എഴുതാം? 1 - 0.05 is 0.95, so 95%. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് T1 T2 ആണ്. T1 T2ന്റെയും ഇടയിൽ തീറ്റ ലൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 - α വരുന്ന രീതിയിലുള്ള T1 and T2 ആണ് നമുക്ക് ഇന്റർവെൽ എസ്റ്റിമേഷനിൽ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന T1 T2നെയാണ് നമ്മൾ 100 × 1 - α% കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയാം. ഇതിന്റെ അർത്ഥം 100 × 1 - α% confidence interval means probability that T1 less than theta less than T2 equal to 1 - α. തീറ്റയുടെ വാല്യൂ T1ന്റെയും T2ന്റെയും ഇടയിൽ ലൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി 1 - α. അല്പം ആൽഫ 0.05 ആണെങ്കിൽ ഈ പ്രോബിലിറ്റി 0.95. അതിന്റെ അർത്ഥം നമ്മളൊരു 100 ഇന്റർവെൽസ് കൺസിഡർ ചെയ്താൽ, 100 ഡിഫറെന്റ് സാമ്പിൾസ് എടുത്തിട്ട് 100 ഇന്റർവെൽസ് കൺസ്ട്രക്ട് ചെയ്താൽ അതിൽ 95 എണ്ണത്തിലും തീറ്റയുടെ വാല്യൂ T1ന്റെയും T2ന്റെയും ഇടയിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 1 - α% കോൺഫിഡൻസ് ഇന്റർവെൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന തീറ്റയുടെ T1 T2 ആണ് കണ്ടുപിടിക്കുന്നത്. T1നെയും T2നെയും നമ്മൾ കോൺഫിഡൻസ് ലിമിറ്റ്സ് എന്നും ആ ഇന്റർവെല്ലിനെ കോൺഫിഡൻസ് ഇന്റർവെൽ എന്നും 1 - ആൽഫനെ കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് എന്നും നമ്മൾ പറയും. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആയി. ക്ലിയർ ആയി മിസ്. ഒന്നുകൂടി പറയണോ? ഓക്കെ. Then first ചെയ്തു confidence interval for the mean of a normal population. Confidence interval ഇതൊക്കെ ഇതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. For the mean of a normal population, mean of a normal population n mu comma sigma square. ഇവിടെ ശ്രദ്ധിക്കുക, എഴുതണ്ട. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ മീൻ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ പറഞ്ഞാൽ നമ്മൾ മ്യൂ എന്നുള്ള പാരാമീറ്റർ ആണ് നോർമലിന്റെ മീന്. അപ്പൊ മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിന്റെ സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ
n mu sig by 10. കേൾക്കുന്നില്ല. n mu ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയൂ. n mu sigma by 10. n mu sigma by root n അല്ലേ? എക്സ് ബാർ സാമ്പിൾ മീൻ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ലിമിറ്റ് തിയറം പ്രകാരം നമുക്ക് എന്ത് എഴുതാം? z ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n ഫോളോസ് n01. z ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ഫോളോസ് n01. അതായത് ഏതൊരു വേരിയബിളിൽ നിന്നും അതിന്റെ മീന് സബ്ട്രാക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മള് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏരിയ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ്, അതായത് ഇത്രയേ ഉള്ളൂ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മളിപ്പോ നോർമലിന്റെ ഒരു ഗ്രാഫ് വരച്ചു, ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അല്ലേ? ഇവിടെ നമ്മള് ഇസഡ് ആൽഫ ബൈ 2 എന്നുള്ള പോയിന്റും, അതായത് ഇത്രയും ഭാഗം, ഈ ഭാഗത്തിന്റെ പ്രോബബിലിറ്റി ആൽഫ ബൈ 2, ഈ ഭാഗത്ത് ഈ പ്രോബബിലിറ്റി ആൽഫ ബൈ 2 എന്ന് എടുത്തു. അപ്പൊ ഈ പോയിന്റ് ഇസഡ് ആൽഫ ബൈ 2, ഈ പോയിന്റ് മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ആണ് അല്ലേ? ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവും റൈറ്റ് സൈഡ് പോസിറ്റീവും ആണ്. അപ്പൊ ഈ ഇടയിൽ വരുന്ന ഈ ഏരിയ എന്തായിരിക്കും? ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അതിൽ ഈ ഭാഗം ആൽഫ ബൈ 2ഉം ഈ ഭാഗം ആൽഫ ബൈ 2ഉം പോയാൽ നടുവിൽ വരുന്ന ഈ പോർഷന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? 1 minus alpha. എന്തായിരിക്കും? ടോട്ടൽ 1ൽ നിന്ന് ആൽഫ ബൈ 2 പോയാൽ ബാക്കി എന്തേ വരുള്ളൂ? 1 minus alpha. 1 minus alpha ആണോ മിസ്സേ? എന്താ വരിക? നിനക്കൊന്നും ഒന്നും അറിയുന്നില്ലേ? 1 minus alpha ആണോ മിസ്സേ? 1 minus alpha ആണോ മിസ്സേ? എനിക്ക് കേട്ടില്ല. ഇവിടെ 1 മൈനസ് ആൽഫയാണ് വരിക. ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് ആൽഫ ബൈ 2 കുറച്ചാൽ ഈ സെന്ററിൽ വരുന്ന പ്രോബിലിറ്റി, അല്ലെങ്കിൽ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 മുതൽ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 വരെയുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ ആയിരിക്കും. അത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ പ്രോപ്പർട്ടി എന്നാണ് നമുക്ക് എഴുതുന്നത്. അതായത് പ്രോബിലിറ്റി ദാറ്റ് മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയാനുള്ള പ്രോബിലിറ്റി 1 മൈനസ് ആൽഫ ആയിരിക്കും. മൈനസ് ഇത് സ്റ്റാൻഡേർഡ് നോർമൽ അല്ലേ? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിനെ ഇസഡ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 മുതൽ ഇസഡ് ആൽഫ ബൈ 2 വരെയുള്ള പ്രോബിലിറ്റി 1 മൈനസ് ആൽഫ. ഇനി നമ്മൾ എന്ത് ചെയ്യണു? ഇനി നമ്മള് മൈനസ് ഇസഡ് ആൽഫ ബൈ 2 അങ്ങനെ തന്നെ എഴുതിയിട്ട് ഇസഡിന്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് ആൽഫ. നമുക്ക് വേണ്ടത് മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ ആണ്. അപ്പൊ നമ്മൾ മ്യൂവിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് സിഗ്മ ബൈ റൂട്ട് n കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ദാറ്റ് മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഞാൻ ഒന്നുകൂടി പറയാം, ബാക്കി നമുക്ക് ഇത്ര എഴുതിയതിനു